ഹായ്, എല്ലാവർക്കും നമസ്കാരം. മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ലിജ. ഞാനാണ് മാനസ ഫാഷൻസ് നടത്തുന്ന ആൾ. ഞാനാണ്. ഇത് വീട്ടിൽ തന്നെയാണ് കേട്ടോ. കടയൊന്നുമില്ല. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു കടയുണ്ടോ, എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു. പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. പൂങ്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. നമുക്ക് ഓഫ്ലൈനായിട്ട് ബിസിനസ് ഒന്നുമില്ല, ഓൺലൈനായിട്ടുള്ള മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കത്തില്ല. ഓൺലൈൻ ബിസിനസ് മാത്രമേ ഉള്ളൂ. വീടായതുകൊണ്ടാണ്. കടയായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ കുഴപ്പമില്ല. വീടാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി ഉണ്ടല്ലോ, വീടിൻ്റേതായ ഒരു പ്രൈവസി നമുക്ക് കീപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ബിസിനസ് ചെയ്യുന്നില്ല. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഞാൻ അയച്ചു തരും. പോസ്റ്റ് ഓഫീസ് വഴി വേണം, പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു തരും. DTDC ആണെങ്കിൽ DTDC. കേരളത്തിന് പുറത്തേക്കാകുമ്പോഴത്തേക്കിന് DTDC ആണ് ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുക. കേരളത്തിനകത്ത് അത്രയും പോസ്റ്റ് ഓഫീസിൻ്റെ സർവീസ് പുറത്തത് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ DTDC വഴിയാണ് കൂടുതലും കേരളത്തിന് വെളിയിലേക്ക് അയച്ചു കൊടുക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. എനിക്കത് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ, കോളുകളൊക്കെ വന്നത് ലാസ്റ്റ് വീഡിയോയ്ക്കാണ്. കോൾസ് ഒന്നും എനിക്കെല്ലാം ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ മെയിൻ കാരണം മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊന്ന്. പിന്നെ അതിനേക്കാളും മെയിനായിട്ടുള്ള കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എനിക്ക് കഴുത്തിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞത് എനിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഒരു ഓപ്പറേഷൻ കണ്ടോ, അതിൻ്റെ പാടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എൻ്റെ പഴയ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോയും പണ്ടോട്ടേ ഉള്ളവർക്കറിയാം, ഈ സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. അത് ഈ ഓപ്പറേഷൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ അത് 3 മാസം കൊണ്ട് മാറും, എല്ലാം പഴയ പോലെ ആവും എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം സൗണ്ടൊക്കെ പഴയ പോലെ ആവാൻ. ഒരു കരകരപ്പുണ്ട് ഇപ്പോൾ സംസാരിക്കുമ്പോൾ. പണ്ടത്തെ പോലത്തെ സൗണ്ടിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. പിന്നെ എനിക്ക് ഒരുപാട് നേരം കണ്ടിന്യൂസ് ഫോണിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നേരിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് അത്ര കുഴപ്പമില്ല, തീരെ ഇല്ലെന്നല്ല. എനിക്ക് 2 ചെവിയിലോട്ടും ഇങ്ങനെ ഒരു പെയിൻ വരും. പിന്നെ കഴുത്തിൻ്റെ ബാക്ക് വശത്തൊക്കെ ഒരു പെയിൻ വരും. അപ്പോൾ ഫോൺ കോൺവെർസേഷൻസ് ഒന്നും ഞാൻ സംസാരിച്ചെത്തത്തില്ല. അതാണ് കോൺവെർസേഷൻസ്. ഫോണിലൂടെ ആയാലും നേരിട്ടായാലും സംസാരിച്ചെത്താൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓവറായിട്ട് നമ്മൾ സ്ട്രെയിൻ എടുക്കുമ്പോൾ ചെവിക്കകത്തേക്കൊരു വേദന ഇങ്ങനെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ കഴിവതും ഞാൻ അറ്റൻഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കും. മെസ്സേജിന് നിങ്ങൾക്ക് ഉറപ്പായി റിപ്ലൈ കിട്ടിയിരിക്കും. മെസ്സേജിന് റിപ്ലൈ കിട്ടാത്ത ആരും തന്നെ ഉണ്ടായിരിക്കത്തില്ല. ഉറപ്പായും മെസ്സേജിന് നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും. 100 അല്ല, 150 അല്ല, 500 മെസ്സേജ് വന്നാലും ഉറപ്പായി ഞാൻ അതിനൊക്കെ റിപ്ലൈ ചെയ്യും. പക്ഷേ ഫോൺ എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത്. പിന്നെ എനിക്ക് വേറെ സ്റ്റാഫൊന്നുമില്ല. ഞാൻ മുതലാളിയും തൊഴിലാളിയും ഞാൻ തന്നെയാണ്. ഞാനാണ് വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നതും, സാധനങ്ങൾ വരുമ്പോൾ കളക്ട് ചെയ്യാൻ പോകുന്നതും, പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അയക്കുന്നത്. DTDCക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അയക്കുന്നതും എല്ലാം മുതലാളിയും തൊഴിലാളിയും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം സമയമില്ല. വീടുണ്ട്, 2 മക്കളുണ്ട്. അപ്പം സമയം തീരെയില്ല. അതും കൂടെ കൊണ്ടാണ് ഞാൻ ഇതൊക്കെയാണ് കോളുകൾ അറ്റൻഡ് ചെയ്യാത്തതിന് കാരണം. ഒരുപാട് പേര് പിന്നെ വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ മെസ്സേജ് അയച്ചു. മെയിനായിട്ടുള്ളൊരു ഇതാണ്. ഇപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെയിനാണ്. ചെവിക്കകത്തോട്ടൊക്കെ ഇങ്ങനെ ഒരു കാറ്റിങ്ങനെ പറക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ നമുക്ക് സംസാരിക്കാതിരിക്കാൻ, വീഡിയോ ഒക്കെ എടുക്കുമ്പം വീഡിയോ ഓണാക്കിയിട്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നല്ലവണ്ണം സംസാരിക്കുന്ന ഒരാളുമാണ് ഞാൻ. എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിലും എല്ലാവർക്കും അറിയാം, ഞാൻ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ്. നല്ല ഹൈ പിച്ച് വോളിയത്തിൽ ആണ് എൻ്റെ സൗണ്ടും. എനിക്ക് രഹസ്യം പറയാൻ സത്യം പറഞ്ഞാൽ അറിയത്തില്ല. രഹസ്യം പറഞ്ഞാൽ അടുത്തിരിക്കുന്നവരെല്ലാം കേൾക്കും. അങ്ങനത്തെ ഒരു ശബ്ദം, നല്ല ബാസുള്ള സൗണ്ട്. ഇപ്പോഴും സൗണ്ടിന് കരകരപ്പുണ്ടെങ്കിലും ബാസൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇതുകൊണ്ടാണ്, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തൊരു അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കഴിവതും ഞാൻ എടുത്തേനെ കേട്ടോ. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയയ്ക്കുക. വെറുതെ നിങ്ങൾ വിളിച്ച് 5ഉം 6ഉം ഒക്കെ പ്രാവശ്യം മിസ് കോളുകൾ കിടപ്പുണ്ട് ഫോണിൽ. എനിക്ക് കാണുമ്പോൾ വിഷമമുണ്ട്. അപ്പോൾ നിങ്ങൾ കോൾസ് വിളിക്കാതിരിക്കുക, നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. ഉറപ്പായും നിങ്ങൾക്ക് റിപ്ലൈ, കോളിൽ എന്താണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾ വോയിസ് മെസ്സേജ് ഇടുക. ഉറപ്പായും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട. 24 ഹവേഴ്സിനുള്ളിൽ എനിക്ക് മെസ്സേജ് അയച്ച ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം, 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും കേട്ടോ. അതെൻ്റെ ഉറപ്പാണ്. പിന്നെ അതുപോലെ റീസെല്ലേഴ്സ് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു. പിന്നെ വീഡിയോ റീസെല്ലിങ്ങിന് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച്
അതിന് മാത്രമുള്ള പ്രോഡക്റ്റ്സ് ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാനങ്ങനെ വലിയൊരു ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തു വെച്ച് ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. കടയായതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുത്തു വെച്ചാൽ പിന്നെ ചിലവായില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ബൾക്കായിട്ട് സാധനങ്ങൾ എടുത്തു വെച്ച് ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. ഈ സംസാരം ബോറടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റ്സ് കണ്ടോ കേട്ടോ. പ്രോഡക്റ്റ്സ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം എല്ലാവരോടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കോമൺ ആയിട്ട് അങ്ങ് പറഞ്ഞാൽ ബുദ്ധിമുട്ട് ഒഴിവാക്കാമല്ലോ. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാം, എനിക്ക് ബുദ്ധിമുട്ട് ഒഴിവാക്കാം. എല്ലാവർക്കും നമുക്ക് മറുപടി പറയണ്ടല്ലോ. അതുകൊണ്ടാണ് വീഡിയോയ്ക്കകത്തോടെ പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇച്ചിരി വലുതായി പോകുമായിരിക്കും. അപ്പം ബുദ്ധിമുട്ടുള്ളവർ സ്കിപ്പ് ചെയ്തിട്ട് പ്രോഡക്റ്റ്സ് കണ്ടോ കേട്ടോ. അപ്പം റീസെല്ലിങ്ങിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഞാൻ ബൾക്ക് ബയർ അല്ല. ഞാൻ ബൾക്കായിട്ട് സാധനങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ എടുത്ത് വെച്ച് അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ചെറിയ ചെറിയ എമൗണ്ടിന് മാത്രം സാധനങ്ങൾ എടുത്തു. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് ചിലവായി പോയില്ലെങ്കിലുള്ളൊരു ബുദ്ധിമുട്ട് അതൊക്കെ ഒരു പരിഗണിച്ചിട്ടാണ് ഞാൻ ഒരുപാട് റേറ്റിൻ്റെ സാധനങ്ങൾ എടുത്ത് വെക്കാത്തത്. അപ്പം ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര് ചോദിച്ചു. ഹോൾസെയിലായിട്ട് കൊടുക്കാനുള്ള സാധനങ്ങളില്ല. ഇപ്പോൾ ഒരു വീഡിയോ അപ്ലോഡായി കഴിഞ്ഞാൽ ഒരു 90% പ്രോഡക്ട്സും എനിക്കങ്ങ് ചിലവായി പോകും. പിന്നെ 2 or 3 ഒക്കെ ബാലൻസ് നിൽക്കും. അത് പക്ഷേ അത് പതുക്കെ ഒരു 5-6 ദിവസം കൊണ്ട് അതും അങ്ങ് പോകും. അങ്ങനെ അങ്ങ് ഒരുപാട് സാധനങ്ങൾ കെട്ടിക്കിടക്കാറില്ല. എന്നിരുന്നാൽ പോലും ഞാൻ ഒരുപാട് റേറ്റിൻ്റെ സാധനങ്ങൾ ഞാൻ എടുത്ത് വയ്ക്കാറില്ല. അതാണ് മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഹോൾസെയിലിംഗ് ചോദിച്ചിട്ട് വിളിക്കേണ്ട ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. പിന്നെ ഈ ഡ്രസ്സിൻ്റെ ബിസിനസ് ഇങ്ങനെ വീട്ടിലിരുന്ന് എന്നെപ്പോലെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ലേഡീസ് കാണും. അപ്പം അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എങ്ങനെയാണ് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് അത്ര സബ്സ്ക്രൈബേഴ്സ് ഇപ്പം എത്ര 4000 സംതിങ് ആയി. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ വിശദമായിട്ട് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. എങ്ങനെയാണ് വീട്ടിലിരുന്ന് നമുക്ക് ബിസിനസ്. ഒരുപാട് ലേഡീസ് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് എവിടുന്നാണ് സാധനം എടുക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യാം. കാരണം ഈ പ്രോഡക്ട്സിൻ്റെ വീഡിയോ വരുന്ന സമയത്ത് നമ്മളോട് അതൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒരുപാട് പേര് ചോദിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ കറക്റ്റായിട്ട് നമുക്കൊരു മറുപടി ഉടനെ തന്നെ പറയാനൊരു ബുദ്ധിമുട്ട് വരും. കാരണം പ്രോഡക്ട്സിൻ്റെ സെയിൽ നടക്കണ്ടേ. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതലായിട്ട് സമയം ചിലവഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. റീസെല്ലേഴ്സ് ഒരുപാട് വിളിക്കുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്, ഞാൻ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, പിന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ഇതിടുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത് നിങ്ങൾക്ക് റീസെല്ലിങ് ചെയ്യാം, കുഴപ്പമില്ല. പേഴ്സണലായിട്ട് മെസ്സേജ് ഫോട്ടോസ് അയച്ചിട്ട് ചോദിക്കുമ്പോൾ നമുക്കതൊരു ഇല്ല, ഇതിനിടയ്ക്ക് നമുക്ക് സെയിൽ നടക്കണമല്ലോ. വീഡിയോ ഇടുന്ന ദിവസം നിങ്ങൾ കഴിവതും മെസ്സേജ് അയക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഓർഡർ എടുത്ത് വരുമ്പോഴത്തേക്കിനും അത് എന്തായാലും സെയിലായി പോവും. അപ്പോൾ വീഡിയോ അപ്ലോഡായ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് മെസ്സേജ് അയക്കായിരിക്കും. അപ്പം എനിക്കും മറുപടി അയക്കാൻ എളുപ്പം അതാണ്, നിങ്ങൾക്കും അതായിരിക്കും പെട്ടെന്ന് മറുപടി കിട്ടാനും. അതുമല്ല നിങ്ങൾ ഓർഡർ എടുത്ത് വരുമ്പോഴത്തേക്കിനും പ്രോഡക്ട്സ് സെയിലായി പോകുന്നൊരു ബുദ്ധിമുട്ട് വരും. അപ്പം നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വെറുതെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ചിലവാകുന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം വീഡിയോ ഇപ്പം തന്നെ ഒരുപാട് ലെങ്തായി പോകുമെന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ക്ലിയർ ആയില്ല, പ്രിൻറ്റുകളൊന്നും ക്ലിയർ ആയില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനത്തെ ഞാനത് ഫുൾ ലെങ്ത് എത്ര ഇറക്കം കിട്ടും എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പിടിച്ച് ദൂരെയൊക്കെ നിന്ന് വീഡിയോ ചെയ്ത് കേട്ടോ. പക്ഷേ അപ്പോഴത്തേക്കിനും അത് ഒരുപാട് പേർക്കത് ഒന്നും കാണാൻ പറ്റിയില്ല, പ്രിൻറ്റുകൾ കാണാൻ പറ്റിയില്ല, പ്രിൻ്റൊന്നും ക്ലിയർ ആയില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ദൂരെ ഇറക്കം വെച്ച് ഇങ്ങനെ കാണിക്കുന്നില്ല, ദൂരെ നിന്ന് കാണിക്കുന്നില്ല, കുറച്ചുകൂടെ അടുത്ത് നിന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പ്രിൻ്റൊക്കെ കറക്റ്റായിട്ട് കാണണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വീഡിയോ അങ്ങനെ കുറച്ച് അടുത്ത് നിന്ന് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഈ പ്രാവശ്യം കോട്ടണാണ്, സ്ലബ് കോട്ടൺ വന്നിട്ടുണ്ട്, 1-2 എണ്ണം സ്ലബ് കോട്ടണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊക്കെ സെയിലായിപ്പോയി കേട്ടോ ഓൾറെഡി, സോറി. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഒരു 10-100 മെസ്സേജ് കൂടുതൽ ഈ കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞപ്പോൾ വന്നു. അപ്പം എല്ലാവരും പിന്നെ റീസ്റ്റോക്ക് വരുമ്പോൾ എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ ചേച്ചി, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണേ എന്നൊക്കെ. അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം 100-100-200 ഒരു 10-300 മെസ്സേജ് വന്ന് കിടക്കുമ്പോൾ നമുക്ക് ഒരാൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഓർത്തിരിക്കത്തില്ല ആരൊക്കെയാണ്. ഒരുപാട് പേരും ഒരേ പേരുള്ള എത്രയോ പേര് മെസ്സേജ് അയക്കുന്നു. അപ്പോൾ നമ്മളത് ഓർത്തിരിക്കത്തില്ല. അപ്പോൾ അതും ഒരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്രാവശ്യം ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന് ഒരു മുൻഗണന കൊടുക്കണം. ഓൾറെഡി നമുക്ക് മെസ്സേജ് അയക്കാൻ സമയം ചിലവഴിച്ചവർക്ക് നമുക്കൊരു മുൻഗണന കൊടുക്കണം എന്നുള്ളൊരു എൻ്റെ ഒരു അങ്ങനത്തെ ഒരു താല്പര്യത്തിൽ ഞാൻ കുറച്ച് പ്രോഡക്ട്സിൻ്റെ എല്ലാത്തിൻ്റെ ഒന്നും ഇട്ടില്ല കേട്ടോ. കുറച്ചെന്നെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, മുതലാളിയും തൊഴിലാളിയും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിലൊരു അത്ര ഒരു നമുക്ക് ആ ഒരു ഇതുണ്ട്.
മനസ്സിലായോ? അപ്പം കണ്ടിന്യൂറ്റി കിട്ടത്തില്ല പല കാര്യങ്ങൾക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഓൾറെഡി എടുത്ത് ലിസ്റ്റ് ഫോട്ടോ വാട്സപ്പ് ഗ്രൂപ്പിലും പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ അങ്ങ് സെയിലായിപ്പോയി ബാക്കിയുള്ള പ്രോഡക്ട്സ്. പിന്നെ കുറേ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ബണ്ടിൽ ഇപ്പോൾ 3-4 സെറ്റ് ഞാൻ ഇപ്പോഴാണ് ബണ്ടിൽ പൊട്ടിക്കുന്നത്. 2-3 സെറ്റിൻ്റെ ബണ്ടിൽ ഞാൻ ഇപ്പോഴാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ അതും കാണിക്കാം. പിന്നെ അതുപോലെ ബാക്കി ഉള്ള എല്ലാം കോട്ടൺ ആണ് കേട്ടോ. സ്ലബ് കോട്ടൺ ഒരു മെറ്റീരിയലുണ്ട്, ബാക്കി എല്ലാം കോട്ടൺ ആണ്. പിന്നെ 100% കോട്ടൺ വരുന്നുണ്ട്. കോട്ടൺ തന്നെ പല സൈസ് ഉണ്ട് കേട്ടോ. സ്ലബ് കോട്ടൺ എന്ന് പറയുമ്പോഴത്തേക്കിന് സിന്തറ്റിക് കോട്ടൺ ആണ്. അതാണ് നമുക്ക് ഈ റേറ്റ് കുറവിന് കിട്ടുന്ന കോട്ടൺ ആണത് കേട്ടോ. റേറ്റ് മറ്റേ ഒറിജിനൽ കോട്ടണൊക്കെ വരുമ്പോൾ എല്ലാത്തിനും റേറ്റ് കൂടുതലാണ്. റേറ്റ് കുറച്ചൊന്നും നമുക്കത് കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് കിട്ടത്തില്ല. നമുക്ക് കിട്ടാതെ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ പ്രോഡക്റ്റ്സ് ഓരോന്നോരോന്നായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ്സ് ഓരോന്നോരോന്നായിട്ട് കാണാം. ഓക്കെ, ആദ്യം തന്നെ കാണിക്കുന്ന ഒരു സ്ലബ് കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി സെയിലായിപ്പോയി. ഇത് സ്ലബ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. എല്ലാത്തിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റേറ്റ് സ്ക്രീനിൽ കൊടുത്തേക്കാം. കാരണം പറയുമ്പോൾ തെറ്റിപ്പോയാൽ പിന്നെ അത് ഒരു ബുദ്ധിമുട്ടാവും. കാരണം മെസ്സേജ് അയക്കുമ്പോൾ ഒരു റേറ്റ്, വിളിക്കുമ്പോൾ ഒരു റേറ്റ്, അതെന്താ അങ്ങനെ സ്ക്രീനിൽ പറയുമ്പോൾ തെറ്റിപ്പോയാലേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരും. 2 റേറ്റ് പറയുന്നല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു ഇത് ഒഴിവാക്കാനായിട്ട് ഞാൻ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തേത്. പ്രിൻ്റ് നല്ലോണം കാണാമെന്ന് വിചാരിക്കുന്നു. ഗ്രീൻ കളറാണ് കേട്ടോ. ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം ഓൾറെഡി ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടത്, അതുകൊണ്ടത് സെയിലായിപ്പോയി. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ലൈൻസ് വരുന്ന പ്രിൻ്റാണ് ഇത്. കറക്റ്റ് 2.5 മീറ്റർ ഇല്ല കേട്ടോ, 2.25 മീറ്റർ കിട്ടുള്ളൂ നിങ്ങൾക്കിത് കേട്ടോ. 2.25 കിട്ടുള്ളൂ. ഇങ്ങനെ വരും, ഇത് ടൈ ഏരിയയിൽ ഇങ്ങനെ വരും. എൻ്റെ ഹൈറ്റ് 159 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. എനിക്കൊക്കെ ഇത് ഓക്കെയാണ്. 2.25 അല്ല, 2.25 കൂടുതലുണ്ട് കേട്ടോ. 2.25 കുറച്ച് കൂടുതലായിട്ട് വരും. ഒരു 160. കാരണം എനിക്കൊക്കെ ഇതിങ്ങനെ താഴെ കിടക്കുകയാണ്. എനിക്കൊക്കെ ഇത് നല്ലപോലെ താഴെ വരെ വന്ന് കിടക്കുന്ന രീതിയിലാണിത്. അപ്പോൾ നിങ്ങൾക്കൊരു 165 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ളവർക്ക് ഇത് സുഖമായിട്ട് ഇതിന് ഇറക്കം കിട്ടും. കാരണം ഇനി വെച്ച് നോക്കിയിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. പിന്നെ വീതിയൊക്കെ ഉള്ള മെറ്റീരിയലാണ് ആവശ്യത്തിന്. ഒരു ഡബിൾ എക്സലുകാർക്ക് വരെ തയ്ക്കാം. അതിന് മേളിലോട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ ലൈൻസ് വരുന്ന പോലത്തെ ഒരു പ്രിൻ്റാണ്. ഇതാണ് അതിൻ്റെ പാൻറ്റിൻ്റെ തുണി കേട്ടോ. ഇതാണ് പാൻറ്റ്. അജ്രക് പ്രിൻ്റാണ്. ഒറിജിനൽ അജ്രക്കല്ല കേട്ടോ, സ്ലബ് കോട്ടൺ ആണ്. ഒറിജിനൽ അജ്രക്കല്ല, പ്രിൻറ്റ് മാത്രമേ ഉള്ളൂ അജ്രക്ക്. അത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. സ്ലബ് കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അതിന് ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല, പശ മുക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെയൊക്കെ നല്ലൊരിതാണ്. ദുപ്പട്ട 2.25 മീറ്റർ വരും കേട്ടോ. ഇതാണ് എൻ്റെ ദുപ്പട്ട. ഇറക്കം കാണിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ദൂരെ നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ ദൂരെ നിന്ന് ചെയ്തപ്പോൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ ദൂരെ നിന്ന് ചെയ്യണ്ട, പ്രിൻറ്റുകളൊന്നും കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ. 2.25 മീറ്റർ ഉണ്ട് കേട്ടോ. ഒരു 165 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ളവർക്ക് സുഖമായിട്ട് നല്ലപോലെ ഇറക്കം കിട്ടും. ഞാൻ 159, 160 അടുത്താണ് എൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. അപ്പോൾ എനിക്കിത് താഴെ കിടന്ന് എഴുതുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു ഊഹം വെച്ച് എനിക്ക് പറയാൻ പറ്റും. ഒരു 165 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ളവർക്ക് സൂപ്പറായിട്ട് ഇറക്കം കിട്ടും. പിന്നെ അതുപോലെ ഡബിൾ എക്സലുകാർക്ക് വരെ തയ്ക്കാം കേട്ടോ. റേറ്റ് 600 സംതിങ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാനത് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അതായിരിക്കും നല്ലത്. പറഞ്ഞിട്ട് തെറ്റിപ്പോയാൽ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇത് 2.5 മീറ്ററിൻ്റെ കട്ടാണ് കേട്ടോ. 2.5 മീറ്ററിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 2.5 മീറ്റർ ടോപ്പും ബോട്ടോ 2.5 മീറ്റർ, ദുപ്പട്ട 2.25 മീറ്റർ ഉണ്ട് ഇത് കേട്ടോ. ഇതൊരു ജയ്പൂർ പ്രിൻ്റാണ്. ജയ്പൂർ അജ്രക് ടൈപ്പ് പ്രിൻ്റ് കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിനൊരു ബ്ലൂ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടെ ബ്ലൂ, എല്ലാം ബ്ലൂവും മെറൂൺ കോമ്പിനേഷനിലാണ് ഇത് വരുന്നത്. പക്ഷേ ഇവിടെ ബ്ലൂ വരുന്ന ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് സോൾഡായിപ്പോയി. ഞാൻ അങ്ങനെ ഇട്ടതിന് പരാതി പറഞ്ഞവരൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണിച്ച സൗണ്ടിനെ ഒരു ബുദ്ധിമുട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ. വീഡിയോ കാണിച്ചാൽ എല്ലാവർക്കും ഒരു ഇതല്ലേ, എല്ലാവർക്കും വാങ്ങിക്കാമല്ലോ, നിങ്ങളിങ്ങനെ ചെയ്ത വീഡിയോ കണ്ട് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. അത് ശരിയാണ്, പക്ഷേ ഓൾറെഡി മെസ്സേജ് അയച്ചവർക്ക് ഒരു മുൻഗണന കൊടുക്കണമെന്നൊരു ആഗ്രഹം തോന്നിയുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത കേട്ടോ. ഇതൊരു ട്രിപ്പിൾ എക്സലുകാർക്ക് വരെ തയ്ക്കാം കേട്ടോ. ട്രിപ്പിൾ എക്സൽ 3XLകാർക്ക് വരെ തയ്ക്കാം. ഹൈറ്റ് ഞാനീ പറഞ്ഞ കൂട്ട് നല്ലവണ്ണം ഇറക്കത്തിൽ കിട്ടുന്നുണ്ട്.
താഴെ വരെ ഉണ്ട് കേട്ടോ. ഞാനിത് എങ്ങനെ കാണിക്കുന്നു, താഴെ വരെ ഉണ്ട്, നല്ല ഇറക്കമുണ്ട്. എനിക്ക് താഴെ കിടന്ന് ഇഴയാണ്, എൻ്റെ ഒരു ഹൈറ്റിന് താഴെ കിടന്ന് ഇഴയാണ്. ഫ്രോക്ക് ഇട്ട പോലെ ഉണ്ട് എനിക്കിത് വെച്ചിട്ട്. പക്ഷേ ഇതുപോലെ നിന്ന് അല്ലെങ്കിൽ ഇത്ര മാക്സിമം ഇത് കണ്ടോ, നല്ല ഇറക്കം കിട്ടും, നല്ലോണം ഇറക്കം കിട്ടും കേട്ടോ. ഇതാണ് അതിൻ്റെ ടോപ്പ്. ബോട്ടം ഇതാണ്. ബോട്ടം 2.5 മീറ്റർ ഉണ്ട്. ബോട്ടം നല്ല അടിപൊളി മെറ്റീരിയലാണ്. ഇത് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് തയ്ക്കാം. ഒരു ബ്ലൂ കളറിലെയോ അല്ലെങ്കിൽ ഒരു മെറൂൺ കളറിലെയോ പാൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടും ഒരു ടോപ്പ് തയ്ക്കാം. സെയിം ടോപ്പിൻ്റെ സെയിം ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ടോപ്പ് തയ്ച്ചിട്ട് 2 ടോപ്പായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ദുപ്പട്ട വെച്ച്. ദുപ്പട്ടയിൽ അജ്രക് പ്രിൻസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ലേസൊക്കെ വരുന്നുണ്ട്, ലേസ് ബോർഡർ. വീഡിയോ ഇതിപ്പോൾ ഓക്കെ ആണോ, ഈ വീഡിയോ എടുക്കുന്ന രീതി ഓക്കെ ആണോ എന്നൊന്ന് മെസ്സേജ് അയക്കണേ കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോ ഒരുപാട് പേര് എനിക്ക് കമൻ്റ് അയച്ചു, വീഡിയോ എടുത്ത രീതി ശരിയായില്ല, ഒന്നും പ്രിൻസ് ഒന്നും ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ. ഇത് ഓക്കെ ആണോ, നമുക്ക് ഹെൽപ്പിനാരും ഇല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇതുണ്ടോ, ഇങ്ങനെ ബോർഡറൊക്കെ വരും. നല്ല കോട്ടൺ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല കണ്ടോ, അതിൻ്റെ ഫ്ലോ കണ്ടോ, സൂപ്പർ ഫ്ലോ ആണ് കേട്ടോ, അടിപൊളി കോട്ടണാണിത്. ഇതൊക്കെ കുറച്ച് റേറ്റുള്ള മെറ്റീരിയൽ കേട്ടോ. ഇതൊന്നും 550 ആ ഒരു റേഞ്ചിലൊന്നും വരത്തില്ല കേട്ടോ. ഇതൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള കോട്ടണാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല കോട്ടണാണ് കേട്ടോ. ഫ്ലോ കണ്ടോ. ഇതൊക്കെ കുറച്ചുകൂടെ റേറ്റ് വരും കേട്ടോ. റേറ്റ് ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാം, എനിക്ക് ഓർമ്മയില്ല. ഇത് 700 ഇത്രോ ആണ്, 799 ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അടുത്തത് ബാട്ടിക് പ്രിൻ്റാണ് കേട്ടോ. ബാട്ടിക് പ്രിൻ്റിൽ വരുന്നതാണ്. ഇത് 2.5 മീറ്ററിൽ കേട്ടോ. 2.5 മീറ്ററിനേക്കാളും കുറവാണ്, പക്ഷെ നല്ല വീതിയാണ്. ഒരു 3XLകാർക്ക് വരെയൊക്കെ പോകും. ഇത് നല്ല വീതിയുള്ള മെറ്റീരിയൽ. എൻ്റെ ഹൈറ്റൊക്കെ ഉള്ളവർക്കുണ്ട്. ഇത് 3XLകാർക്ക് വരെയൊക്കെ പോകും. കണ്ടോ വീതി ഉണ്ടോ. ഞാൻ ഒരു 165 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ളവർക്കെല്ലാം ഓക്കെയാണ്. അതിന് മുകളിലോട്ട് ഹൈറ്റ് ഉള്ളവർ മാത്രം ഇത് ഇറക്കം കിട്ടുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മതി. ഇറക്കം തീരെ കുറവാണെങ്കിൽ ഞാനിത് പറയും കേട്ടോ. എൻ്റെ ഹൈറ്റ് 159 ആണ്. ഇതിൽ എഴുതിയിരിക്കുന്ന കട്ട് നമുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവരിങ്ങനെ എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് കറക്റ്റ് വിശ്വസിക്കാൻ പറ്റില്ല. ഈ കറക്റ്റ് 2.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 49 ഇഞ്ചാണ്, പക്ഷെ 49 ഇഞ്ച് കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതെനിക്ക് താഴെ നമ്മളുള്ള ഫ്രോക്ക് തയ്ച്ച പോലെ താഴെ വരെ കിടക്കുകയാണ്. എനിക്ക് ഒരു 165കാർക്ക് വരെ ഉറപ്പാണ്, നോ ഡൗട്ട്. അതിന് മുകളിലോട്ടുള്ളവർ മാത്രം ഒന്ന് ചിന്തിച്ചിട്ട് വാങ്ങിക്കുക. ഇതാണ് അതിൻ്റെ പാൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ കോമണായിട്ട് കാണാത്ത ഒരു ബാട്ടിക്കാണ്. കാരണം ഇത് ടൈ ആൻഡ് ഡൈയിൽ ബാട്ടിക് പ്രിൻ്റ് വിത്ത് കാന്ത സ്റ്റിച്ച്, പിന്നെ ഇതിൽ കുറച്ച് ഹാൻഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ കളറ്. എന്താ കളർ എന്ന് ചോദിച്ചാൽ ഇതൊരു മെഹന്തി കളറാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. മെഹന്തി കളറല്ലേ ഇത്. അതായത് മൈലാഞ്ചി നമ്മുടെ കയ്യിലിട്ട് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഒരു കളറുണ്ടല്ലോ, മൈലാഞ്ചി നമ്മുടെ കയ്യിൽ ഇരുന്ന് ഉണങ്ങി കഴിയുമ്പോൾ ആ കളറ്. ഇതാണ് അതിൻ്റെ പാൻറ്റ്. ദുപ്പട്ട കാണിച്ചു തരാം. ഇത് 100% കോട്ടൺ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വാഷിങ് ആൻഡ് കെയറിങ് വളരെ ശ്രദ്ധിച്ച് വേണം. ഡിറ്റർജൻറ്റ് ഇട്ട് വാഷ് ചെയ്യാൻ പാടില്ല. ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഇട്ട് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല ഷാംപൂ വാഷാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കളർ ഗാർഡ് ഉണ്ടെങ്കിൽ കളർ ഗാർഡ് ഇട്ട് കഴുകിയാലും മതി. കേട്ടോ, നല്ല അടിപൊളി ദുപ്പട്ടയാണ്. കളർ ഗാർഡ് ഇട്ട് വാഷ് ചെയ്താലും മതി. പിന്നെ വേറെ എന്താണ്, പിന്നെ ഒരു വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കരുത്. കോട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കുഞ്ഞിനെ പോലെ പ്യുവർ കോട്ടൺ, 100% കോട്ടൺ ആയിരുന്നു കേട്ടോ. കുറച്ച് മിക്സഡ് കോട്ടൺ ആണ് എപ്പോഴും നല്ലത്. കാരണം മിക്സഡ് കോട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ വാഷിങ് ആൻഡ് കെയറിങ് ഒന്നും കൊടുക്കണ്ട, മറ്റു തുണികളെ പോലെ നനയ്ക്കാം. പ്യുവർ കോട്ടൺ നമ്മൾ ഇടാൻ നല്ല സുഖമുള്ള തുണിയാണ്. പക്ഷേ നമ്മൾ അതിനെ അതുപോലെ കൈകാര്യം ചെയ്യണം. അയ്യോ നരച്ചു പോയി അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആ രീതിയിൽ കെയർ ചെയ്യണം. കോട്ടൺ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫൈബറാണ്. കോട്ടൺ മെറ്റീരിയലിൻ്റെ പ്രത്യേകതയാണ് നരയ്ക്കുക, ചുരുങ്ങുക. അത് അയ്യോ അവിടെ നിന്ന് ആ ഡ്രസ്സ് വാങ്ങിച്ചു പക്ഷെ നരച്ചു പോയി, അത് കോട്ടൺ ആണ്, നരയ്ക്കും. 100% കോട്ടൺ ആണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ആ തുണി നരച്ചിട്ടുണ്ടെങ്കിൽ. അത് 100% കോട്ടൺ ആണെന്നുള്ളതിൻ്റെ തെളിവാണത് കേട്ടോ. അപ്പം നമ്മളതിനെ ഒരു കൊച്ചു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്ന പോലെ കൈകാര്യം ചെയ്താൽ കുറേ നാൾ യൂസ് ചെയ്യാം കോട്ടൺ കേട്ടോ. എന്നിട്ട് ഇതാണ് അടുത്ത കളർ. ഇതൊരു പർപ്പിൾ, പിങ്ക് ആൻഡ് പർപ്പിൾ കോമ്പിനേഷനിൽ ടൈ ആൻഡ് ഡൈ ആണ് കേട്ടോ. അടിപൊളി സൂപ്പറാണ്. ഇതെല്ലാം കുറച്ച് പാർട്ടി വെയർ പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, സെമി പാർട്ടി. ഇതാണ് പാൻറ്റ്. ഇതെൻ്റെ ദുപ്പട്ട, അല്ല സോറി പാൻറ്റ്. പിന്നെ ബാക്ക് വശം കാണിച്ചല്ലോ, ബാക്ക് വശം ഇങ്ങനെ വരും കേട്ടോ.
ബാക്ക് വശം ഫ്രണ്ട് വശം പോലെ തന്നെയാണ് ബാക്ക് വശം. ഇതതിൻ്റെ പാൻറ്റാണ്. പാൻറ്റും എല്ലാം നല്ല വീതിയുള്ള തുണിയാണ്. ഇതൊരു 3XLകാർക്ക് വരെ തയ്ക്കാം കേട്ടോ. ഒരു 165 വരെ ഹൈറ്റ് ഉള്ളവർ നോ ഡൗട്ട് നിങ്ങൾ കണ്ണും അടച്ച് വാങ്ങിച്ചോ, നിങ്ങൾക്കിത് ഹൈറ്റ് കിട്ടും. അതിനും ഒരു 170, 175 ഒക്കെ ഉണ്ടെങ്കിൽ 2.5 മീറ്റർ നിങ്ങൾക്ക് പോരാൻ തോന്നും. ഈ കട്ടൊന്നും നിങ്ങൾക്ക് പോരാ, കൂടുതൽ വേണം. ഓക്കെ, അടിപൊളി ഒതുങ്ങി കിടക്കുന്നുണ്ട്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ, ഷിഫോൺ ഷോൾ ഇട്ട പോലെ പ്യുവർ കോട്ടൺ ആണ്. ബോർഡർ ഉണ്ടോ? വീഡിയോ ഭയങ്കര ലെങ്തായി പോകുന്നു തോന്നുന്നു, ഭയങ്കര വിശദീകരണമായി കഴിഞ്ഞു. പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കണ്ടോ, നല്ല സൂപ്പർ കോട്ടണാണ്. ഇത് മൽമൽ കോട്ടൺ ആണ് കേട്ടോ. ദുപ്പട്ടയൊക്കെ മൽമൽ കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. തലയിലിടാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ഒരുപാട് വിശദീകരിച്ചാലേ വീഡിയോ ഒരുപാട് വലുതായി പോകും. ഇത് ഓറഞ്ച് കളറാണ് കേട്ടോ. ടൈ ആൻഡ് ഡൈ മെറ്റീരിയലാണ് കേട്ടോ. ഇത് കളർ പോയതൊന്നുമല്ല, ടൈ ആൻഡ് ഡൈ ആണ് കണ്ടോ. കാന്താ സ്റ്റിച്ച് കളറുണ്ട്, അടിപൊളി കളറാണ്. പ്യുവർ കോട്ടൺ ആണ്. ഞാൻ പറഞ്ഞല്ലോ, വാഷ് ചെയ്യുമ്പോൾ മറ്റു തുണികളുടെ കൂടെ ഇട്ട് വാഷ് ചെയ്യരുത്. ഉറപ്പായും കളർ ബ്ലീഡിങ് ഉണ്ടാവും. 100% ഉറപ്പായിട്ടും കളർ ബ്ലീഡ് ചെയ്യും. അപ്പം നിങ്ങൾ വാഷ് ചെയ്യുമ്പം സൂക്ഷിച്ച് വാഷ് ചെയ്യുക. ഷാംപൂ വാഷ് ചെയ്യുക. മറ്റുള്ള ഇങ്ങനെ പൊടിയുണ്ടല്ലോ, ഡിറ്റർജൻറ്റ് പൗഡർ, അതിട്ട് വാഷ് ചെയ്യാതിരിക്കുക. ഷാംപൂ വാഷിങ് ചെയ്യുക. ഷാംപൂ വാഷ് ചെയ്താൽ തുണി കുറേ നാൾ നല്ലതായിട്ടിരിക്കും. പ്രിൻറ്റ്സ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. എല്ലാത്തിലെയും പ്രിൻറ്റ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. കളറും പ്രിൻറ്റും എല്ലാത്തിലും ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 850 ആണെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം. സ്ക്രീനിൽ കൊടുക്കുമ്പോൾ 850 നല്ല എഴുതിയെങ്കിൽ എന്നെ ആരും ഒന്നും പറയല്ലേ. എനിക്കത്ര ഓർമ്മ വരുന്നില്ല, പലതിൻ്റെ റേറ്റ് പലതാണ്, അതുകൊണ്ട് എനിക്കത്ര ഓർമ്മ വരുന്നില്ല. എന്നാലും സ്ക്രീനിൽ ഞാൻ കൊടുക്കാം കേട്ടോ. ദുപ്പട്ട, എല്ലാത്തിൻ്റെ ദുപ്പട്ട ഇതിൻ്റെ ഹൈലൈറ്റ്. അടിപൊളി ദുപ്പട്ടയാണ്. പ്യുവർ കോട്ടൺ, 100% കോട്ടൺ. പിന്നെ അതുപോലെ കോട്ടൺ തുണികൾ കഴുകിയിട്ട് നിങ്ങൾ ഒരു വെയിലത്തൊന്നും ഇട്ട് ഉണക്കരുത്. കോട്ടൺ മറിച്ചിട്ടുണക്കുക. അതായത് നമ്മൾ അതിൻ്റെ നല്ല വശം അകത്ത് വരുന്നില്ല, സ്റ്റിച്ചിങ് വരുന്ന വശം വെളിയിൽ, അങ്ങനെ ഇട്ട് വേണം കോട്ടൺ ഡ്രസ്സ് ഉണക്കാനായിട്ട്. അപ്പോൾ ഒരു വെയിലത്തിട്ട് ഉണക്കരുത്, ഷെയ്ഡിലിട്ട് ഉണക്കണം. അതായത് കുറച്ച് തണലുള്ളിടത്ത് വേണം അതിട്ടിട്ട് നമ്മൾ ഉണക്കാൻ. ഇനി അടുത്തൊരു സെറ്റ് നമുക്ക് കാണാം. അജ്രക് പാച്ച് വരുന്നത് അടിപൊളി. ഇത് ഒറിജിനൽ കോട്ടൺ, നല്ല കോട്ടൺ ആണ് കേട്ടോ. ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റി കോട്ടൺ. ഇതൊക്കെ 800 എബോവ് വരുന്ന പീസുകളാണ് കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്ന ഒരുമാതിരി എല്ലാം 800 എബോവ് വരുന്ന പീസുകളാണ് കേട്ടോ. കുറച്ച് ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റുന്ന സൈസ് അജ്രക് പാച്ചാണ്. ഓൾ ഓവർ ഈ പ്രിൻ്റ് വരും കേട്ടോ. ഇത് 240 വരും കേട്ടോ. 240, ബോട്ടം 2.5 അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അതിങ്ങനെ വരും. ഇങ്ങനെ പാച്ച് വർക്ക് വരും. കളറ് നേവി ബ്ലൂ ആണ് കേട്ടോ. നേവി ബ്ലൂ കളറിൽ മെറൂൺ പാച്ച് വർക്ക്. ഇതെല്ലാം ഒരു 850 റേഞ്ചാണ് കേട്ടോ. അത് കറക്റ്റ് ഓർമ്മ കേട്ടോ. ബോട്ടത്തിലെ തുണി നല്ല കോട്ടൺ ആണ് കേട്ടോ. ഒരു ഫയൽ പോലെ അത്രയേ ഉള്ളൂ. 2.5 മീറ്റർ തുണിയുണ്ട് കേട്ടോ. അത്ര സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. മടക്കി വെച്ചിട്ട് 2.5 മീറ്റർ തുണിയുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ ബോട്ടം. ദുപ്പട്ട, എല്ലാത്തിൻ്റെ ഹൈലൈറ്റ് ദുപ്പട്ടയാണ് കേട്ടോ. അജ്രക് ബോർഡർ വരുന്ന ദുപ്പട്ട. കുറച്ച് സ്പീഡ് കാണിച്ചു പോകും കേട്ടോ. അത് പറഞ്ഞിരുന്നാൽ തീരത്തില്ല വീഡിയോ. ഇവിടെ സൈഡിൽ ഇങ്ങനെ ബോർഡറൊക്കെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. അതായത് അടുത്തടുത്ത കളേഴ്സ് ഞാൻ സ്പീഡ് കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോൾ. ഇനി അതിൻ്റെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് യെല്ലോയിലാണ് കേട്ടോ. യെല്ലോ ഇങ്ങനെ വരും കണ്ടോ. പാൻറ്റ് ദുപ്പട്ട, ടോപ്പ് പാൻറ്റ് ദുപ്പട്ട. ഓക്കെ, യെല്ലോ ആൻഡ് ഗ്രീൻ ആയിട്ട് കേട്ടോ വരുന്നത്. ഇടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പം കുഞ്ഞിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കും കേട്ടോ. അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്തേക്കുക. അടുത്തത് നേരത്തെ കാണിച്ചത് ഇവിടെ മെറൂണായിരുന്നു. ഇത് ഇവിടെ അല്ല, നേരത്തെ കാണിച്ച് ഇവിടെ ബ്ലൂ ആയിരുന്നു. ഇതിപ്പോൾ ഇവിടെ മെറൂണ് പാച്ച് ബ്ലൂ വരുന്നത്. ഇത് പാൻറ്റ് ദുപ്പട്ട കേട്ടോ. എല്ലാം ഞാൻ നൂർത്ത് കാണിക്കുന്ന എല്ലാം ഒരുപോലെ തന്നെ. ഇതിന് ഞാൻ തന്നെ കുത്തിയിരുന്നെല്ലാം മടക്കുക കേട്ടോ.
അടിപൊളി. ഇതെല്ലാം ഒരു 850 റേഞ്ചാണ് കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, 850 ആണെന്നാണ് തോന്നുന്നത്. അടുത്തത് ഗ്രീൻ ആൻഡ് യെല്ലോ. സ്ക്രീൻഷോട്ട് എടുക്കുക, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അതൊക്കെ നല്ല അടിപൊളി കോട്ടൺ ആണ് കേട്ടോ. ഉണ്ടോ, സ്ലബ് കോട്ടൺ ഒന്നും അല്ല, ഒറിജിനൽ നല്ല സൂപ്പർ കോട്ടൺ. ദുപ്പട്ട വരുന്നത് മൽമൽ കോട്ടൺ, പാച്ച് വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. ഇനി അടുത്ത ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് കാണാം നമുക്ക്. അടുത്തൊരു ഡിസൈനാണ്. ഇതെല്ലാം അജ്രക് പ്രിൻ്റ്, എല്ലാം ആ ഒരു മിക്സാണ് കേട്ടോ. അജ്രക്ക് കലംകാരി എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞൊരു മിക്സാണ്. പിന്നെ ടോപ്പ് 240 ഉണ്ട് കേട്ടോ. 240 ഉണ്ട് ടോപ്പ്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അടിപൊളി സോഫ്റ്റ് കോട്ടൺ കേട്ടോ. പ്രിൻ്റ് ഇത് നേവി ബ്ലൂ കളറാണ് കേട്ടോ. വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടായിരിക്കും തോന്നുന്നത്. ബ്ലാക്കും ഉണ്ട് ഇതിൻ്റെ. ഇത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിന് മെറൂൺ പാൻറ്റ്, മെറൂൺ ദുപ്പട്ട. കണ്ട, ഞാൻ നിവർത്ത് കാണിക്കുന്നില്ല, എല്ലാം നല്ല അടിപൊളി. കണ്ടോ, ദുപ്പട്ട പാൻറ്റ് ഇങ്ങനെ വരും. മെറൂണാണ് കേട്ടോ. മെറൂണിന് നേവി ബ്ലൂവിന് മെറൂൺ കോമ്പിനേഷൻ. അടുത്തത് റെഡാണ് കേട്ടോ. റെഡ് കളർ, നല്ല അടിപൊളി റെഡ്, ബ്ലഡ് റെഡ് കളറാണ്, ബ്ലഡിൻ്റെ കളർ. ടോപ്പും ബോട്ടവും 240 ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്കാണ്. ബ്ലാക്ക് പാൻറ്റ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. ഒരെണ്ണത്തിന് നിവർത്തി കാണിക്കും കേട്ടോ. പാൻറ്റ് ഇത് ഓൾ ഓവർ ഈ പ്രിൻ്റ്, അത് നിവർത്തി കാണിക്കണ്ടല്ലോ. പിന്നെ ദുപ്പട്ട നിവർത്തി കാണിക്കും കേട്ടോ. ദുപ്പട്ടയുടെ ഭംഗി, ദുപ്പട്ടയാണ് ഒരു ചുരിദാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ദുപ്പട്ട മൽമൽ കോട്ടൺ ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് അടിപൊളി കോട്ടൺ. ഒരു ചുരിദാറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ ദുപ്പട്ടയാണ്. പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. കളർ ബ്ലീഡിങ് ഉണ്ടാവും. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നിങ്ങൾ വാഷ് ചെയ്യുമ്പം സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുക. വീണ്ടും ഞാൻ പറയുന്നു, ഷാമ്പൂ വാഷാണ് ഏറ്റവും പ്രിഫറബിൾ. ഇല്ലെങ്കിൽ കളർ ഗാർഡ് വാങ്ങിക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എലൈവ് എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ കളർ ഗാർഡ് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. മൈൽഡ് ഷാമ്പൂ ഇട്ട് കഴിയാലും മതി. അടിപൊളി സൂപ്പറാണ് കേട്ടോ. എല്ലാ ദുപ്പട്ട ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കളർ വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എല്ലാം നിർത്തി കാണിക്കുന്നില്ല. ഇത് ബ്ലാക്ക്, ഇതിൻ്റെ തന്നെ ബ്ലാക്ക്. ഇതെല്ലാം ഒരു 850 റേഞ്ചാണ് കേട്ടോ. 900-ന് താഴെയാണ്. 900-ന് മുകളിലുള്ള ഒരു സെറ്റും കാണിക്കുന്നില്ല. കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് കാണിക്കട്ടെ, അവിടെ ബഹളമായി കേട്ടോ. ഇത് റെഡ് പാൻറ്റ്, റെഡ് ഷോള്, ബ്ലാക്കേൽ. ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ വീഡിയോ എന്നുള്ളത് കമൻറ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് അറിയുന്നില്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടോ. ഈ രീതി ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട, ഇത് ദുപ്പട്ട. ഓക്കെ, എല്ലാം 850 റേഞ്ചാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ എല്ലാം ഞാറപ്പഴത്തിൻ്റെ കളറാണ് കേട്ടോ. ഞാറപ്പഴത്തിൻ്റെ അകത്തൊരു കളറല്ലേ, ആ ഒരു കളറാണ് കേട്ടോ. ഞാറപ്പഴമാണോ അത് വൈനോ, അങ്ങനെയൊക്കെ ഒരു കളറാണ് കേട്ടോ. ഞാറക്ക കളറോ വൈൻ കളറോ അങ്ങനെയൊക്കെ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇത് ലൈനിങ് ഇട്ടാൽ കുറച്ചുകൂടി നല്ല പിടുത്തം കിട്ടും. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. അപ്പോൾ നിങ്ങൾ ലൈനിങ് ഇട്ട് തയ്ച്ചാൽ നല്ലൊരു പിടുത്തം കിട്ടും. ലൈനിങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്ര അങ്ങ് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയലൊന്നും അല്ല. അപ്പോൾ ലൈനിങ് ഇല്ലെങ്കിലും അത്ര കുഴപ്പമില്ല, ലൈനിങ് ഇല്ലെങ്കിലും. ഇത് പാൻറ്റ്. ഇതൊക്കെ ഹാൻഡ് വർക്കാണ് കേട്ടോ. എല്ലാം ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ഇനി അടുത്തതൊരു ലോ റേഞ്ച് ഐറ്റം കാണിക്കാം കേട്ടോ. റേറ്റ് കുറവുള്ള ഒരു ഐറ്റം ഉണ്ടായിരുന്ന ഇത് 600 സംതിങ് ആണ് കേട്ടോ. 600. ഇത് നല്ല കോട്ടൺ, സ്ലബ് കോട്ടൺ അല്ല, എന്നാൽ ഒരുപാട് കൂടിയ, നേരത്തെ 850-യുടെ കാണിച്ചില്ലേ, അത്രയും ഒരു സൂപ്പർ കോട്ടൺ അല്ല. പക്ഷെ സ്ലബ് കോട്ടൺ അല്ല കേട്ടോ.
ഇത് 2.25 ഉള്ളൂ കേട്ടോ, പക്ഷെ 2.25 ഉള്ളൂ. ഇതൊരു എൻ്റെ ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഓക്കെയാണ്. 160 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ളവർക്ക് ഇത് ഓക്കെയാണ് കേട്ടോ. 160 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ളവർക്ക് ഡബിൾ എക്സലുകാർക്ക് വരെ തയ്ക്കാം. 160 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഉള്ളവർക്ക് ഓക്കെയാണത് കേട്ടോ. എനിക്കിത് താഴെ വരെ എത്തുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ. കണ്ടോ, അടിപൊളി ക്വാളിറ്റി ക്ലോത്താണ് ബോട്ടവും നല്ല 2.25 മീറ്റർ ഉണ്ട് കേട്ടോ. ദുപ്പട്ടയും കൂടെ നിവർത്തി കാണിക്കാം. ദുപ്പട്ട മൽമൽ കോട്ടൺ അല്ലെന്ന് തോന്നുന്നു, ഇത് നമാസി കോട്ടൺ ആണെന്ന് തോന്നുന്നു. പിടിച്ചിട്ട് ദുപ്പട്ടയുടെ ഫീല് കണ്ടിട്ട് നമാസി കോട്ടൺ ആണെന്ന് തോന്നുന്നു. എല്ലാത്തിനും ദുപ്പട്ടയാണ് ഹൈലൈറ്റ്. ഞാൻ ദുപ്പട്ട നോക്കിയാണ് കേട്ടോ കൂടുതലും ഡ്രസ്സുകൾ എടുക്കുന്നത്. ഒരു ചുരിദാറിൻ്റെ ഭംഗിയെന്ന് പറയുന്നത് അതിൻ്റെ ദുപ്പട്ടയാണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന നമാസി കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല വീതിയുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റിൻ്റെ അത്രയുണ്ട്, സിംഗിൾ ബെഡ്ഷീറ്റിന് അത്രയുണ്ട്. ഓക്കെ, എല്ലാത്തിൻ്റെ ബോട്ടം മെറൂൺ കളറാണ് കേട്ടോ. ടോപ്പും ദുപ്പട്ടയിലുള്ള കളർ ചേഞ്ച് വരുന്നത്. അതിൻ്റെ ഗ്രീൻ കേട്ടോ. ഡബിൾ എക്സലുകാർക്ക് വരെ തയ്ക്കാനായിട്ടുണ്ട്. പിന്നെ അതുപോലെ ഹൈറ്റ് 162 വരെയൊക്കെ കുഴപ്പമില്ല. അതിന് മേളിലോട്ട് ഹൈറ്റ് ഉള്ളവർ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല ഇറക്കം വേണമെന്ന് നിർബന്ധമുള്ളവർ കേട്ടോ. ഇറക്കം വേണമെന്ന് നിർബന്ധം ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതതിൻ്റെ അടുത്ത കളർ. ഇത് കളർ എന്തോന്ന് പറയാൻ എനിക്കറിയത്തില്ല. ഈ കളറിൻ്റെ പേരെന്തോന്ന് എനിക്കറിയത്തില്ല. എന്താ ഈ കളറിൻ്റെ പേര്? ഇതെൻ്റെ പാൻറ്റ്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള തുണിയാണ് കേട്ടോ. പാൻറ്റ് ദുപ്പട്ട. കളറിൻ്റെ പേരെനിക്കറിയത്തില്ല. ഓക്കെ, ഇനി അടുത്തതൊരു പാർട്ടി വെയർ ഐറ്റം കാണിക്കാം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഐറ്റമാണ് കേട്ടോ ഇത്. വീനക്ക് ഭയങ്കര ട്രെൻഡിലുള്ള ഒരു ടൈപ്പ് നെക്കാണ് ഈ വീനക്ക്. ഇപ്പം നല്ല സീക്വൻസ് വർക്കാണ് കേട്ടോ. സീക്വൻസും ഉണ്ട്, പിന്നെ അതുപോലെ ഗോൾഡൻ ത്രെഡിൻ്റെ വർക്കുമാണ് വരുന്നത് കേട്ടോ. ഇത് ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ജാം കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്. ജാം കോട്ടൺ കേട്ടോ. ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. നിങ്ങൾ ലൈനിങ് ഇട്ട് തയ്ക്കുന്നവർക്ക് ലൈനിങ് ഇട്ട് തന്നെ തയ്ക്കാം. പക്ഷെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത മെറ്റീരിയലാണ്. ജാം കോട്ടൺ എന്ന് പറയുമ്പോൾ ഇച്ചിരി കട്ടിയുള്ള മെറ്റീരിയലാണ്. നല്ല നീളവും വീതിയൊക്കെ ഉണ്ട് കേട്ടോ. കഴുത്ത് ഇവിടം വരെ വരുമെന്നല്ല, കഴുത്ത് ഇങ്ങനെയാണ് വരിക കേട്ടോ. അവിടെ അത്ര ഭാഗം ഷോൾഡറിൻ്റെ അവിടെ പോകുന്നൊരു ഭാഗമാണ് ഉണ്ടോ. കഴുത്ത് ഇത് ഇങ്ങനെ വരും. ഇവിടെ വരെ വരും കഴുത്ത്. ഇതാണ് അതിൻ്റെ പാൻറ്റിൻ്റെ തുണി എന്ന് പറയുന്നത് റയോണാണ് കേട്ടോ. ഹെവി ക്വാളിറ്റി റയോണാണ്. ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, തുണിയുടെ ആ ഒരു ഫ്ലോയും ഫീലിങ്ങും കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. നല്ല ക്വാളിറ്റി ഉള്ള റയോണാണ് കേട്ടോ. പ്ലെയിൻ ബോട്ടം ആണ് ടോപ്പ്. ദുപ്പട്ട എന്ന് പറയുന്ന ഷിഫോൺ ദുപ്പട്ട, സീക്വൻസ് വർക്ക് വരുന്ന ഷിഫോൺ ദുപ്പട്ട. ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു ഒറിജിനൽ ഷിഫോണാണ് കേട്ടോ. സീക്വൻസ് ഫുള്ള് സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. നല്ല നീളം വീതിയൊക്കെ ഉള്ള ദുപ്പട്ടയാണ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത കളറാണ്. ഇതിൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു മജന്ത കളറാണ് കേട്ടോ. ബോട്ടം ഈ മജന്ത കളർ തന്നെ, ദുപ്പട്ട ഇതാണ്. നല്ല ഒരു 165 വരെയൊക്കെ ഹൈറ്റ് ഉള്ളവർക്കും, പിന്നെ അതുപോലെ വണ്ണം അതെ 3XLകാർക്ക് വരെയൊക്കെ തയ്ക്കാം കേട്ടോ. 4XL 5XL ഒക്കെ ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ. അത്രയൊന്നും ഒരു 3 മീറ്റർ തുണിയെങ്കിലും വേണമായിരിക്കും. 5XL ഒക്കെ വരെ നമുക്ക് ടോപ്പ് തയ്ക്കണമെങ്കിൽ 3 മീറ്റർ തുണി വേണമായിരിക്കും എനിക്ക് തോന്നുന്നു. 44 ഇഞ്ചിൻ്റെ 3 മീറ്റർ തുണിയെങ്കിലും വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. 44 വിട്ട് വരുന്നത്. ഇത് എൻ്റെ ഗ്രീൻ, അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഗ്രീൻ നിവർത്തി കാണിക്കണം, എല്ലാം നിവർത്തണം. നിവർത്തിയത്തിന് എനിക്ക് തന്നെയാണ് പണി. അതിൻ്റെ ഗ്രീന് കഴുത്ത് പിടിങ്ങനെ വരും. അടക്കി വെച്ചിരിക്കണം കേട്ടോ ദുപ്പട്ട. ഇവിടെ മാത്രമേ ഉള്ളൂ ഈ വർക്ക്. താഴെയും കൈയുടെ അവിടെയൊന്നും വർക്കില്ല. ഈ ഒരു യോക്കിൻ്റെ പോർഷന് മാത്രമേ വർക്ക് വരുന്നുള്ളൂ. അതിൻ്റെ റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. അതിൻ്റെ റെഡിഷ് മെറൂൺ കളറാണിത്. പാൻറ്റ് വരുന്നത്
സെൽഫ് കളറിലാണ്. ആൻഡ് ജാം കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ്, ജാം കോട്ടൺ ആണ് അതിൻ്റെ ദുപ്പട്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കളക്ഷൻ. ഇന്നത്തെ കളക്ഷൻ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഒരുപാട് വലുതായിപ്പോയെന്ന് തോന്നുന്നു. സംസാരിച്ചിട്ടൊക്കെ ഒരുപാട് വലുതായിപ്പോയി വീഡിയോ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക. 8590875334 അതാണ് നമ്പർ. അത് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഏതാണ് കളറെന്ന് പറഞ്ഞാൽ മതി. ഇന്ന കളറിൽ അതെന്ന് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞാൽ ഫോട്ടോസ് അയച്ചു തരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം കേട്ടോ. ഗൂഗിൾ പേ ചെയ്യാം, ഫോൺ പേ ചെയ്യാം, പിന്നെ അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട്. ഈ 3 ഫെസിലിറ്റീസും ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല. ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ഡീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. മാക്സിമം റേറ്റ് 850 ആണ് എന്നാണ് തോന്നുന്നത്. 850ക്ക് മേളിൽ 900ന് മേളിൽ വരുന്ന ഒരു പീസും ഇല്ല കേട്ടോ. എല്ലാം അതിനുള്ളിലേ വരുള്ളൂ. പിന്നെ 550യുടെ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ റീസ്റ്റോക്ക് വരുന്നുണ്ട്. ആ സെയിം അല്ല, ആ എമൗണ്ടിൻ്റെ വേറെ നല്ല നല്ല പ്രിൻറ്റുകൾ. പക്ഷേ റേറ്റ് അത് വരും 550 ആ ഒരു റേറ്റിലാണ് വരുന്നത്. പക്ഷേ സെയിം പ്രിൻറ്റുകളൊന്നും റീസ്റ്റോക്കില്ല. നമ്മൾ പുതിയ പ്രിൻറ്റുകളാണ്, പുതിയ കളേഴ്സാണ് റീസ്റ്റോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ്. ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, കോളുകൾ ചെയ്യാതിരിക്കുക പ്ലീസ്. നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ തന്നെ ചെവിക്കകത്തൊക്കെ വേദന എടുക്കുന്നത്. എനിക്ക് ഇത്ര നേരം സംസാരിച്ചതിൻ്റെ ചെവിക്കകത്തൊക്കെ ഒരു ചെറിയതുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.